തീൻമുറ ഒരു കേരളീയ ട്രഡീഷണൽ നോൺ വെജ് ഫീസ്റ്റാണ്. ഇന്ന് ഈ തീൻമുറ ആസ്വദിക്കാനായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് ഷെഫ് റെജി മാത്യുവിൻ്റെ ന്യൂയോർക്കിലുള്ള ചട്ടി എന്ന റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ റെസ്റ്റോറൻറ്റിൻ്റെ വാതിക്കലെത്തിയപ്പോൾ തന്നെ നമുക്കതിൻ്റെ മെനു ഒക്കെ അവിടെ ഇങ്ങനെ കാണാം. ഫുൾ മെനു അവിടെയുണ്ട്. ഇൻറ്റീരിയറൊക്കെ ആണെങ്കിൽ വളരെ നല്ല ആംബിയൻസ്. ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു വൈൻ സെല്ലാർ പോലെ നല്ല റാക്കിൽ വൈനൊക്കെ നന്നായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. ഒരു ബാർ സെറ്റപ്പ് ഉണ്ട്. ആളുകൾക്ക് കഴിക്കാൻ ഉള്ള സ്ഥലം കൂടാതെ തന്നെ റെസ്റ്റ് എടുക്കാനും ഒക്കെയുള്ളൊരു ചെറിയൊരു സെറ്റപ്പ്. അങ്ങനെയൊക്കെ ആയിട്ട് വളരെ മനോഹരമായൊരു ഇൻറ്റീരിയർ തന്നെ, പ്രത്യേകിച്ച് ക്രിസ്മസ് സെലിബ്രേഷൻ്റെയൊക്കെ ഭാഗമായിട്ട് എല്ലാം ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം തന്നെ ചെന്നു. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. കാരണം തീൻമുറ കുറച്ച് ദിവസത്തേക്കുള്ളൂ. ജനുവരി 4 വരെ തീൻമുറ അവിടെ ചെയ്യുന്നുള്ളൂ. സോ നേരത്തെ ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ റിസർവേഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മളെയും കൊണ്ട് പതുക്കെ മുകളിലത്തെ നിലയിലേക്ക് പോയി. അവിടെയാണ് തീൻമുറയ്ക്കുള്ള സെറ്റപ്പൊക്കെ ചെയ്തിരിക്കുന്നത്. സോ ചട്ടി കൾച്ചർ, ഷെഫ് ഉദ്ദേശിക്കുന്ന കൾച്ചറിനെ പറ്റിയൊക്കെയുള്ള ഒരു ഡിസ്ക്രിപ്ഷനൊക്കെ അവിടെ നമ്മൾക്ക് ഒരു കാർഡിൽ തന്നിട്ടുണ്ട്. തീൻമുറയുടെ ഫസ്റ്റ് ഐറ്റമായിട്ടുള്ള കേക്കും വൈനും നാട്ടിൽ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോഴാണ് മിക്കവാറും ഈ ഒരു ഐറ്റം കിട്ടുന്നത്. നല്ല ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് പൊതിഞ്ഞ് ആ ഒരു കടലാസിലൊക്കെ പൊതിഞ്ഞ് വെച്ച നല്ലൊരു പീസ് പ്ലം കേക്ക്. ആ ഒരു നല്ല മണം തന്നെയുണ്ട് ആദ്യം തന്നെ. അതുപോലെ വീട്ടിലുണ്ടാക്കുന്ന വൈൻ്റെ ഒരു മണം. നമുക്ക് കിട്ടുന്ന ട്രഡീഷണൽ വൈനല്ല, ഇവിടെ കിട്ടുന്ന ഒരു വൈനല്ല, പക്ഷേ നല്ല സൂപ്പർ നല്ലൊരു സ്വീറ്റായിട്ടുള്ള കേക്കിനോട് കഴിക്കാവുന്ന ഒരു വൈൻ. അതൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് തീൻമുറയുടെ മെനു കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സോ തീൻമുറ എന്താണെന്ന് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് അതിൻ്റെ ഒരു സൈഡിൽ. ഇനി വരാനിരിക്കുന്ന ഐറ്റംസിനെ പറ്റി ഷെഫ് അതിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തീൻമുറ എന്ന് പറയുന്നൊരു ട്രഡീഷണൽ ഫീസ്റ്റാണ്. പ്രത്യേകിച്ച് കല്യാണങ്ങൾ അല്ലെങ്കിൽ ഒരു ഫാമിലി ഗ്യാതറിംഗ് ഒക്കെ ഉള്ള സമയത്താണ് തീൻമുറ ഒരു സെൻട്രൽ ട്രാവൻകൂർ ഏരിയയിലൊക്കെ കൂടുതലായിട്ടും ആഘോഷിച്ച് പോകുന്നത്. മെനുവിലെ ഫുൾ ഐറ്റംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യം തന്നെ ചിക്കൻ കട്ട്ലേറ്റ്, ഗ്രിൽഡ് കിങ് പ്രോൺസ്, ചിക്കൻ കട്ട്ലേറ്റ് വിത്ത് സലാസ്. ആ പ്രോൺസിൻ്റെ പ്രസൻറ്റേഷൻ കണ്ടപ്പോൾ തന്നെ വായിൽ വെള്ളം ഓടാൻ തുടങ്ങി. കാരണം നല്ല പെർഫെക്റ്റ് പ്രസൻറ്റേഷൻ, ആ ഒരു ഗ്രിൽഡ് ടേസ്റ്റ്, അതിൻ്റെ അരപ്പൊക്കെയാണെന്ന് പറഞ്ഞാലും നല്ല പെർഫെക്റ്റായിട്ട് നല്ല മസാല ബ്ലെൻഡായി, ഒത്തിരി എരിവൊന്നും ഇല്ലാതെ നല്ല സൂപ്പർ ടേസ്റ്റ്. കട്ട്ലേറ്റ് ആണെങ്കിലും അതുപോലെ നല്ല സോഫ്റ്റ് കട്ട്ലേറ്റ് ആ സലാസിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ഗുഡ് കോമ്പിനേഷൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ ഇരുന്ന് ആസ്വദിച്ചു. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഫ് എല്ലാ ടേബിളിലും വന്നിട്ട് നമ്മുടെ അടുത്ത് സംസാരിക്കും. നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നമുക്കെന്തെങ്കിലും വേണമെങ്കിൽ അതൊക്കെ വീണ്ടും തരാനായിട്ട് ഓർഡർ ചെയ്യാം. അപ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മ വന്നത് ഈ ഒരു തീൻമുറ ട്രഡീഷൻ നമ്മളിപ്പം ഒരു ഫാമിലിയിൽ പോകുമ്പോൾ, ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കാണുമ്പോൾ അവർ നമ്മളോട് എങ്ങനെ ഒരു ആതിഥ്യ മര്യാദയോടെ നമ്മളോട് സംസാരിക്കുന്ന പോലെ അത്രയും ഒരു ക്ലോസ്നെസ് അവിടെ ഫീൽ ചെയ്തു. Delicious so far. We're loving it so far. So any course you want to receive, you let us know. So as you said, നമ്മുടെ ഷെഫ് റെജി മാത്യു ഇവിടെ ഉണ്ട്. Why Teemura menu? Teemura was a tradition which was followed in Kerala and North India with the Christian community. Because our cuisine is a culmination of various food cultures from around the world. So that is something which is seen in Teemura, where food is served course by course, you know. So starting with the cake and wine and then bread. This is typical sweet bread from bakeries in Kerala. So we are just trying to recreate the same thing so that the tradition never dies. We just want to recreate the same. I know, like for me it's like a nostalgia. So thank you so much. Because we have such a great culture, and the food resonates the culture. The best way to bring our culture is through the food. Yep, I think exactly. it is important for us to bring the culture and show to the world that yes, we do have a great culture. Yep. തീർച്ചയായിട്ടും. സോ വി റിയലി എൻജോയ് ദിസ്. താങ്ക് യു സോ മച്ച്. Thank you. Please enjoy the food. താങ്ക് യു. സ്പെഷ്യലായി ഇച്ചിരി ടോഡി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഒരു ടോഡി കൾച്ചറാണ് നമ്മുടെ തീൻമുറ ആൻഡ് ഓൾസോ ചട്ടി റെസ്റ്റോറൻറ്റിൻ്റെ ഫുൾ ഒരു ബേസ് ഒരു ടോഡി കൾച്ചർ. ആ ഒരു
ഷാപ്പിലെ രുചി exactly. പ്ലസ് ടച്ചിങ് സൈഡ് The ചെറിയ ചെറിയ size of സാധനങ്ങൾ. the items, Okay. you know. And also തീൻമുറ ഒരു പ്രീസെറ്റ് മെനു ആണ് തീൻമുറ. പക്ഷേ നമുക്ക് എന്തെങ്കിലും സാധനം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഷെഫ്. അത് നമുക്കിവിടെ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ excited for continuing this, right? Yeah. More courses. More courses, yeah. A lot more to come. So we took the traditional food culture, where the same homestay food is what is served in your but it is served as small portions like touchings and conversation and good drinks. So that's the concept because I feel it is something that is a great concept which can be taken to the global audience. Because nowhere the food, drinks and conversation comes together as one concept. Yes. Thank you so much. Thank you so much. Yes. നല്ല സ്വയംബൻ ടോഡിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഒരു ഡ്രിങ്ക് കൂടെ ഒക്കെ ഓർഡർ ചെയ്തു. ആ മെനുവിൽ തന്നെ ഉണ്ടായിരുന്ന കഥകളി എന്ന് പറയുന്ന ഒരു റം ഡ്രിങ്കാണ്. ഒരു ഫ്രൂട്ട് പഞ്ച് പോലെയൊക്കെ ഒരു സിമിലർ നമുക്ക് ടേസ്റ്റ് തോന്നുന്ന ഒരു ഡ്രിങ്കായിരുന്നു അത്. ഷെഫ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഡ്രിങ്കൊക്കെ ആസ്വദിച്ച് ആദ്യത്തെ കോഴ്സൊക്കെ കഴിഞ്ഞ് അടുത്ത കോഴ്സിന് വേണ്ടി നമുക്ക് അത്യാവശ്യം വർത്താനമൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതിനുശേഷം വന്ന കോഴ്സ് നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ ബ്രെഡും ചിക്കൻ റോസ്റ്റും മട്ടൺ സ്റ്റൂവാണ്. ബ്രെഡ് ശരിക്കും ആ സ്റ്റൂവിൻ്റെ കൂടെ കഴിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ചിക്കൻ റോസ്റ്റ് കണ്ടപ്പോൾ അകത്തേന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. യൂഷ്വലി ഒരു സ്ലൈസ് ബ്രെഡാണ് ഒരാൾക്ക് വരുന്നത്. പക്ഷേ ആ ഒരു ടേസ്റ്റ് കാരണം ഞങ്ങൾ വീണ്ടും ചോദിച്ചു. ഷെഫ് തന്നെ വീണ്ടും നമുക്ക് ഒരു സ്ലൈസും കൂടെ ബ്രെഡൊക്കെ കൊണ്ടു തന്നു. സോ ആ ചിക്കൻ റോസ്റ്റ് അതിനകത്തെ ആ ഒരു ക്യാരമലൈസ്ഡ് ഓനിയൻ്റെയൊക്കെ ഒരു ടേസ്റ്റും നല്ല മൈൽഡ് ഫ്ലേവറും നല്ല ടേസ്റ്റി ആയിരുന്നു. ഈ ഒരു ഐറ്റമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഫുഡിൻ്റെ പടം എടുക്കുന്ന കാര്യമൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറന്നുപോയി. പിന്നെ ഫുഡ് ആസ്വദിക്കുക എന്നൊരു ലെവലിലേക്ക് തന്നെ ഞങ്ങൾ മാറി. അതിനുശേഷം വരുന്നത് വട്ടയപ്പമാണ്. നല്ല സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് വട്ടയപ്പം. ആദ്യം അത് വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അതിൻ്റെ കൂടെ വരുന്ന ഡക്ക് മപ്പാസും ഫിഷ് മോളി വളരെ ലൈറ്റാണ്, സോഫ്റ്റാണ്. ഡക്ക് മപ്പാസ് എനിക്ക് തോന്നുന്നു കുറേയേറെ നാളുകൾക്ക് ശേഷമാണ് അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡക്ക് മപ്പാസ് കഴിക്കുന്നത്. സോ നന്നായി ആസ്വദിച്ച 2 ഐറ്റംസ് ആയിരുന്നു ആ ബ്രെഡും വട്ടയപ്പവും ആ കോമ്പിനേഷൻസ്. ഇത്രയൊക്കെ ഐറ്റംസ് ആസ്വദിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം വയറ് നിറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മെയിൻ ഐറ്റം വരുന്നല്ലേ ഉള്ളൂ, നമ്മുടെ ചോറും കറികളുമൊക്കെ. സോ മെനുവിലുള്ള ഐറ്റംസ് നല്ല റെഡ് റൈസ്, പുളിശ്ശേരി, ബീഫ് ഫ്രൈ, മീൻ വറ്റിച്ചത്, തോരൻ, പപ്പടം, പിക്കിള്. നല്ല മീൻകറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുടംപുളി ഇട്ട് വറ്റിച്ച നല്ല മീൻകറി. ആ ഒരു മെനുവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ മീൻകറിയായിരുന്നു. ഈ ചോറും മോരും പപ്പടവും പിക്കിളും മീൻകറിയും അതിൻ്റെ കൂടെ നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് വരട്ടിയെടുത്ത ബീഫ്, നല്ല സൂപ്പർ കോമ്പിനേഷൻ. നന്നായി തന്നെ അതെല്ലാം ആസ്വദിക്കാൻ പറ്റി. അതിനുശേഷം മെനുവിലെ ഫൈനൽ ഐറ്റമായിട്ടുള്ള നമ്മുടെ ഡിസേർട്ട്സ് വന്നു. കാരമൽ കസ്റ്റർഡും പഴം നനച്ചതും. ഷെഫ് തന്നെയാണ് നമുക്ക് ഈ ഡിസേർട്ട്സ് കൊണ്ട് തന്നത്.
കൂട്ടത്തിൽ ഷെഫിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടിയുണ്ട്. ഷോട്ട്സ്, നല്ല കാന്താരിയുടെ എസൻസ് ടേസ്റ്റുള്ള ഒരു ഡ്രിങ്ക്. അത് നമുക്ക് ലിക്കർ ഒഴിച്ച് ഉപയോഗിക്കാം, അല്ലാതെയും 2 രീതിയിലും ഉണ്ടാക്കി തരുന്നുണ്ട്. Caramel custard പഴം നിറച്ചത്. and paramarichada. Before that, I wanted you to, I want to check with you whether you want to try the spicy drink called Muturi. It really elevates the spiciness. It takes you on a rocket ride, and then you come down in a parachute, and it's an experience. It's just 3 minutes. I'll try. You'll try, okay. Okay. Don't sleep, don't wait, just take one shot. കാന്താരിയുടെ എരിവിനോടുള്ള പേടി കൊണ്ട് ആ ഒരു ഡ്രിങ്ക് ടേസ്റ്റ് ചെയ്യാൻ എനിക്ക് ധൈര്യം വന്നില്ല. പക്ഷെ എന്നാലും കെട്ടിയോൻ്റെ ഒരു മുഖം കണ്ടിട്ട് അതൊന്ന് മണപ്പിച്ച് നോക്കണമെന്ന് തോന്നി. ഒരു തുള്ളി അതിനകത്ത് ബാക്കിയുണ്ടായിരുന്നു, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. സംഭവം കൊള്ളാം, പക്ഷേ എന്താ പറയുക, എരിവ് എടുക്കാനുള്ളൊരു പേടി കാരണം ഞാൻ അത് വേണ്ടാന്ന് തന്നെ വെച്ചു. അതിനുശേഷം നമ്മൾ ഡെസേർട്ട്സ് ആസ്വദിക്കാനായിട്ട് തുടങ്ങിയത്. പഴം നനച്ചത്, പഴവും പാനിയും ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഡ്രൈഡ് പഴവും അതിൻ്റെ കൂടെ തേങ്ങാപ്പീരയും ടോഡി സിറപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷനും ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ട്രഡീഷനും കഥകളും ഒക്കെ ഷെഫ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല സൂപ്പർ, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല കാരമൽ കസ്റ്റർഡ്. ഇതെല്ലാം കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് അനങ്ങാൻ വയ്യാതെ ഇരുന്ന സമയത്താണ് നമ്മുടെ സെർവർ ചേട്ടൻ ഒരു പാത്രത്തിൽ എന്തോ ഒരു ഐറ്റമായിട്ട് വരുന്നത്. വളരെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് നാരങ്ങയാണെന്ന്. ഒരു നിമിഷത്തേക്കൊന്ന് ചിന്തിച്ചു ഇതെന്താ സംഭവമെന്ന്. അന്നേരമാണ് ചേട്ടൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തത് ഇതും ഈ ഒരു ട്രഡീഷൻ്റെ ഭാഗമാണെന്ന്. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത്, ശരിയാണ്, നമ്മൾ കല്യാണം ഒരു സദ്യയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ കയ്യിലൊരു നാരങ്ങയൊക്കെ കിട്ടുന്നൊരു പതിവുണ്ടായിരുന്നല്ലോ. അതാണ് തേൻമുറയിൽ ഉദ്ദേശിച്ചതെന്ന് പെട്ടെന്ന് ഓർമ്മ വന്നു. സോ ആ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവിറക്കി ഇങ്ങനെ ഇരുന്നു. ലാസ്റ്റിൽ ഒരു ഗ്ലാസ് ചൂട് ചുക്ക് കാപ്പിയും കൂടെ തന്നിട്ടാണ് നമ്മളെ തിരിച്ച് വീട്ടിൽ വിടുന്നത്. ഡൈജഷന് നല്ലതാണ്, കഴിച്ചതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് വളരെ നല്ലൊരു ഐറ്റമാണ്. നല്ല തണുപ്പുള്ളൊരു ദിവസമായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ ഈ ഒരു ചൂട് ഡ്രിങ്കും കൂടെ ഒക്കെ കഴിച്ച് തേൻമുറ മെനു നന്നായി ആസ്വദിച്ച് ഷെഫിൻ്റെ ഒരു ആതിഥ്യ മര്യാദയ്ക്കും ഇവിടുത്തെ ഒരു ആംബിയൻസിന് എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഫുഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ടേക്ക് കെയർ, ബൈ ബൈ.